കാസർഗോഡ് പെരിയയിൽ കോൺഗ്രസിൽ തമ്മിലടി. നേതൃത്വത്തിനെതിരെ വിമർശനവുമായി എത്തുന്നു രാജിവെച്ച പഞ്ചായത്ത് അംഗം കാർത്തിയായനി. അവിശ്വാസം കൊണ്ടുവരുമ്പോൾ തന്നെ പ്രസിഡന്റായി പരിഗണിക്കുമെന്ന തീരുമാനം നടപ്പായില്ലെന്നാണ് പരാതി. KPCC ജനറൽ സെക്രട്ടറി സജീവ് ജോസഫ് MLA പങ്കെടുത്ത യോഗത്തിലെ തീരുമാനം നടപ്പിലായില്ല. KPCC തീരുമാനം പ്രാദേശിക നേതൃത്വം അട്ടിമറിച്ചു എന്നാണ് ആരോപണം. യോഗത്തിലെ മിനിറ്റ്സ് രേഖകൾ ഒരു വിഭാഗം പുറത്തുവിട്ടിരിക്കുകയാണ്. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് KPCC ജനറൽ സെക്രട്ടറി ശ്രീ സജീവ് ജോസഫ് MLA അതുപോലെ തന്നെ DCC പ്രസിഡന്റിന്റെ സാന്നിധ്യത്തിൽ എടുത്ത പാർട്ടി തീരുമാനം പൂർത്തിവെച്ചുകൊണ്ട് ചില പ്രാദേശിക നേതാക്കളുടെ വ്യക്തി താല്പര്യത്തിനനുസരിച്ച് തീരുമാനം നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് അതിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് തന്നെയാണ് എൻ്റെ രാജി. അരുൺ പൂപ്പറമ്പയാണ് ചേരുന്നത്. അരുൺ, നേതൃത്വത്തിനെതിരെ രൂക്ഷമായ ഭാഷയിലാണ് കാർത്തിയായനി വിമർശനം ഉന്നയിക്കുന്നത്. മറുപക്ഷത്തിന്റെ വാദം എന്താണ്? ഏതായാലും തമ്മിലടി രൂക്ഷമാണല്ലേ? വിനീത, കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നറുക്കെടുപ്പിലൂടെയാണ് LDF പുല്ലൂർ പെരിയ പഞ്ചായത്തിലെ ഭരണം പിടിച്ചത്, അവിടുത്തെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വിജയിച്ചത്. അന്ന് ഇപ്പോൾ നിലവിൽ 19 സീറ്റുകളിൽ 9 സീറ്റ് LDFനും 9 സീറ്റ് UDFനും 1 സീറ്റ് BJPക്ക് എന്നിങ്ങനെയാണ് സീറ്റ് നില. ആ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഈ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് UDFലും വലിയ തർക്കമുണ്ടായിരുന്നു. ആദ്യഘട്ടത്തിൽ കാർത്തിയായനിയുടെ പേരായിരുന്നു പരിഗണിച്ചത്. പിന്നീട് അവസാനം മറ്റൊരു പേരിലേക്ക് എത്തി. അന്ന് തന്നെ തർക്കം രൂക്ഷമായിരുന്നു. ഒടുവിൽ നറുക്കെടുപ്പിലൂടെ LDF അവിടെ ഭരണത്തിൽ വരുന്നു. ഈ തർക്കം പരിഹരിക്കാൻ KPCC നേതൃത്വം ഇടപെട്ടിരുന്നു. കാരണം ഈ പെരിയ എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ച് വൈകാരിക ബന്ധമുള്ള ഒരു ഇടമാണ്. കാരണം 2 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കൊല്ലപ്പെട്ട കല്യോട്ട് ഉൾപ്പെടുന്ന പ്രദേശം ഉൾപ്പെടുന്നതാണ് ഈ പഞ്ചായത്ത്. അപ്പോൾ അവിടുത്തെ പ്രശ്നങ്ങൾ സംസ്ഥാന തലത്തിൽ തന്നെ ചർച്ച ചെയ്യപ്പെട്ടു. KPCC നേതൃത്വം ഇടപെട്ട് അന്ന് അവിടെ യോഗം ചേരുകയും അന്ന് യോഗത്തിലെടുത്ത തീരുമാനം ഈ 6 മാസത്തിന് ശേഷം ഇതിൽ അവിശ്വാസ പ്രമേയം കൊണ്ടുവരും. ആ ഘട്ടത്തിൽ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി വരുന്നത് കാർത്തിയായനി ആയിരിക്കും എന്ന ഒരു തീരുമാനമെടുത്തിരുന്നു. അങ്ങനെയാണ് അന്ന് ആ പ്രശ്നം പരിഹരിച്ചത്. അതിന്റെ വിവരങ്ങളെല്ലാം ആ മിനിറ്റ്സിൽ രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. പക്ഷേ നിലവിൽ ഇപ്പോൾ അവിശ്വാസ നീക്കം നടത്തുമ്പോൾ കാർത്തിയായനിയെ വീണ്ടും അവഗണിക്കുന്നു എന്നതാണ് ഒരു വിഭാഗത്തിന്റെ വിമർശനം. അങ്ങനെ അവർ മുമ്പുള്ള മിനിറ്റ്സ് രേഖകൾ ഉൾപ്പെടെ പുറത്തുവിട്ടുകൊണ്ടാണ് വലിയ പ്രതിഷേധം ഉണ്ടാകുന്നത്. അങ്ങനെ പെരിയ കോൺഗ്രസിൽ വീണ്ടും ഈ ഒരു പൊട്ടിത്തെറിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അതാണ് KPCCയുടെ തീരുമാനം പ്രാദേശിക നേതൃത്വം അട്ടിമറിച്ചു എന്നതാണ് ആരോപണമായി വരുന്നത്. എന്താണ് നേതാക്കളുടെ പ്രതികരണം ഇതിൽ എന്നതുകൂടി നമുക്ക് അറിയേണ്ടത്. അരുൺ പൂപ്പറമ്പയാണ് വിശദാംശം.